ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ സൂപ്പർ സ്പ്ലെൻഡർ വണ്ടിയുടെ എൻജിൻ ഫുൾ എൻജിൻ വർക്കായിട്ട് നമ്മൾ അയച്ചതാണ്. നിലവിൽ നമുക്ക് അതിൻ്റെ സിലിണ്ടർ പിസ്റ്റൺ ആയിരുന്നു നല്ല രീതിയിൽ കംപ്ലൈൻ്റ് ആയിരുന്നു. അതായത് നല്ല രീതിയിൽ ഓയിൽ ലീക്കും, അതായത് ഓയിൽ കത്തി സൈലൻസറിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ല രീതിയിൽ ഓയിൽ പുറത്തേക്ക് വരുന്ന സിറ്റുവേഷനിലാണ് വണ്ടി വന്നായിരുന്നത്. അപ്പോൾ നമ്മൾ അയച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് സിലിണ്ടറിൻ്റെ പിസ്റ്റണൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ക്രാച്ചസ് വന്നുണ്ട്. ഇത് സിലിണ്ടറിൻ്റെ ഉള്ളിൽ പിസ്റ്റൺ പിടിച്ചേക്കുന്ന ഒരു സീനാണ് ഈ കാണുന്നത് കേട്ടോ. അത്യാവശ്യം പിസ്റ്റണൊക്കെ അത്യാവശ്യം ഉരുകി പിടിച്ചേക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് എഞ്ചിൻ വർക്കായിട്ട് നമ്മൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് പാർട്സുകൾ മാറ്റിയിട്ടാണ് നമ്മൾ ചെയ്യുക. അതായത് ഫുൾ എഞ്ചിൻ വർക്കായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പാർട്സ് ചേഞ്ച് ചെയ്തിട്ട്, അതായത് മാറ്റി റീസെറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് മാറ്റുന്ന ഒന്ന് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഫുൾ യൂണിറ്റായിട്ട് വരാം. സിലിണ്ടർ കിറ്റും വരുന്നുണ്ട്. സിലിണ്ടർ പിസ്റ്റൺ റിങ്സ് അടങ്ങുന്ന ഒരു കിറ്റാണ് വരാം. പിന്നെ ഹെഡ് നമുക്ക് ലെയ്ത്ത് വർക്കായിട്ട് ചെയ്യാം. ലെയ്ത്ത് വർക്കായിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വന്ന് ഈ വാൽവ് മാത്രം മാറ്റിയിട്ട് നമുക്ക് വാൽവ് സീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അത് സാധാരണ രീതിയിൽ ഹെഡ് മാറ്റാറില്ല, കാരണം മാറ്റേണ്ട ആവശ്യം വരാറില്ല. കാരണം എന്താ വെച്ചാൽ വല്ല പൊട്ടലോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് സാധാരണ മാറ്റേണ്ടി വരാറുള്ളൂ. ഇതിപ്പോൾ നമുക്ക് ഈ വാൽവ് മാറ്റിക്കഴിഞ്ഞാൽ, ഈ രണ്ട് വാൽവ് മാറ്റിക്കഴിഞ്ഞാൽ സീറ്റ് ചെയ്തെടുക്കാവുന്നുള്ളൂ. പിന്നെ നമുക്കതിൻ്റെ ഈ പ്ലഗ്, ചെറിയ പ്ലഗ് ഇട്ടത് കൊണ്ട് തന്നെ അതിൻ്റെ പ്ലഗിൻ്റെ ത്രെഡിനകത്തേക്ക് ഒരുപാട് കരിയൊക്കെ ഇറങ്ങിയിട്ട് പ്ലഗ് ടൈറ്റ് ആവാത്തൊരു കണ്ടീഷനൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് റീസെറ്റ് ആക്കി എടുക്കാം. അത് നമുക്ക് ലെയ്ത്തിൽ നമുക്ക് ചെയ്യാവുന്ന വർക്കാണ്. പിന്നെ അത് കൂടാണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഗിയർ ബോക്സിൽ വരുന്ന ഗിയർ ബോക്സിൻ്റെ ഈ ബെയറിങ്ങുകളെല്ലാം തന്നെ നമ്മൾ ചേഞ്ച് ചെയ്തിടും. അതായത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ നീഡിൽ ബെയറിങ്ങാണ് ഈ ബെയറിങ്. അതേപോലെ സൈഡിൽ വന്ന ബെയറിങ്ങുകൾ, അതേപോലെ തന്നെ ഇപ്പുറത്ത് 2 കേസും വന്ന ബെയറിങ്ങുകളും ചേഞ്ച് ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്യുക. പിന്നെ അതിൻ്റെ 3 ബോണ്ടൊക്കെ ഉപയോഗിച്ച് സീൽ ചെയ്ത് കയറ്റാം. പിന്നെ അതേപോലെ തന്നെ ഗ്യാസ്കറ്റുകൾ, ഓറിങ്, ഓയിൽ സീലുകൾ അതെല്ലാം മാറ്റിയിട്ടാണ് റീസെറ്റ് ചെയ്യുക. അതേപോലെ ഈ ക്ലച്ച് ഡിസ്ക് നമുക്ക് നോക്കുമ്പോൾ വലിയ പഴക്കം തോന്നണില്ല, പക്ഷേ എന്നാൽ പോലും ഇത് ഒറിജിനലാണോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മൾ ചെയ്യുമ്പോൾ കൂട്ടത്തിൽ കൂടെ ക്ലച്ച് ഡിസ്ക് അടക്കം ഉൾപ്പെടുത്തിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ എല്ലാ ബെയറിങ്ങുകൾ, ക്ലച്ച് ഡിസ്ക്, എഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ ചെയിന്, അതിൻ്റെ ടെൻഷനർ അടക്കം എല്ലാം മാറ്റിയിട്ടാണ് റീസെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ അയച്ചപ്പോൾ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ. വണ്ടി സെറ്റ് ചെയ്യണേക്കാളും നമ്മൾ മാറ്റുന്ന പാർട്സുകളുടെ എല്ലാം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതേപോലെ തന്നെ നമ്മളതിൻ്റെ വീഡിയോ സഹിതം ഡീറ്റെയിൽസ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യണം. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ സംഭവം ചെയ്യുക. അതിനകത്ത് നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് ചെയ്യുമ്പോൾ ഇത്ര ഐറ്റൊക്കെയാണ് നിലവിൽ വരാറുള്ളൂ. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഈ ഗിയറിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് വീൽ 3rd ഗിയറിനും 4th ഗിയറിനും വീലുകൾക്ക് നല്ല തേയ്മാനം വന്നിട്ടുണ്ട്. അതിവിടെ നോക്കുമ്പോൾ അറിയാം. ഈ വീലിൻ്റെ ഇവിടെ ഈ ബ്ലാക്ക് ഡോട്ട് പോലെ കാണുന്നത് ആ ഗിയറിൻ്റെ പല്ലുകൾക്ക് തേയ്മാനം വന്നതാണ്. അത് കാര്യം ഈ 3 വീലുകൾക്കും ഉണ്ട്. അതായത് 2nd, 3rd, 4th 3 ഗിയറിനും ഉണ്ട്. പക്ഷേ നമുക്ക് ഈ 3ഡിൻ്റെയും 4ത്തിൻ്റെയും ഗിയർ വീലുകൾ മാറ്റിയിട്ടില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, നമുക്ക് ഇനിയിപ്പോൾ ഉള്ളതിനേക്കാൾ ഉപരി നമ്മൾ വണ്ടി എഞ്ചിൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് വണ്ടി സൈലൻ്റ് ആയിരിക്കും, എഞ്ചിൻ ഭാഗം സൈലൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു മൂളിച്ച സൗണ്ടായിട്ട് വരുന്നത്. കാരണം നമ്മളിത് അഴിക്കുന്ന അതേ അലൈൻമെൻറ്റിൽ കറക്റ്റ് ടീത്തുകളുടെ ഗ്യാപ്പിലായിരിക്കില്ല കയറുന്നത്. നമ്മൾ അഴിക്കുമ്പോൾ എന്തായാലും അഴിച്ചിട്ട് റീസെറ്റ് ചെയ്യുമ്പോൾ ഈ ടീത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും കറക്റ്റ് അലൈൻമെൻറ്റിൽ അല്ലാത്തത് കൊണ്ട് തന്നെ തേയ്മാനമുള്ള പല്ലും തേയ്മാനം കുറവുള്ള പല്ലും തമ്മിൽ ടച്ചിങ് വരുമ്പോൾ വണ്ടി ലോഡാവുന്ന സമയത്ത് മൂളിച്ച സൗണ്ട് വരും. അതില്ലാതിരിക്കാനും വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഗിയർ വീലുകൾ കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റി വിടണം എന്ന് പറയുന്നതിൻ്റെ കേസ്. കാരണം വെച്ചാൽ ഇവിടെ നോക്കുമ്പോൾ അറിയാം, ഈ വീലുകളും ഇത് 2 ഷാഫ്റ്റ് വരാം. ഇത് കൗണ്ടർ ഷാഫ്റ്റാണ്, ഇത് മെയിൻ ഷാഫ്റ്റാണ്. ആ മാറ്റുമ്പോൾ കൗണ്ടർ ഷാഫ്റ്റിൻ്റെയും മെയിൻ ഷാഫ്റ്റിൻ്റെയും ഈ 2 വീലുകൾ, 3rd ഗിയറിന് 2 വീല് വരും, 4th ഗിയറിന് 2 വീല് വരും. അപ്പോൾ ആ വീലുകളാണ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വീലുമേൽ തേയ്മാനം നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇവിടെ ഒരു ബ്ലാക്ക് ഡോട്ട് പോലെ ചെറുതായിട്ട് കുഴി പോലെ രൂപപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഈ ഷാഫ്റ്റിൻ്റെ വീലുമേൽ നോക്കുമ്പോൾ ഇവിടെയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തേയ്മാനം വന്നേക്കണമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ആ 2 വീലിനും ഉണ്ട് തേയ്മാനം കേട്ടോ. അപ്പോൾ അതും കൂടി വരുമ്പോഴത്തേക്ക് നമുക്ക് പറഞ്ഞിരുന്ന എസ്റ്റിമേറ്റ് എമൗണ്ട് പറഞ്ഞതിൽ ചെറിയ വേരിയേഷൻസ് വരും. കാരണം എന്ന് വെച്ചാൽ ഗിയർ വീലുകളടക്കം എനിക്ക് വരുമ്പോൾ 4 ഗിയർ വീൽ കൂടി വരുമ്പോൾ 1000-1200 രൂപയുടെ എങ്ങാണ്ട് ചേഞ്ച് ചെയ്യാനകത്ത് വരും. കാരണം ഇത് നമുക്ക് പുറമേ നിന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. നമുക്കത് അഴിക്കുമ്പോഴാണ് അതിൻ്റെ പ്രോബ്ലം നമുക്ക് ഇത്ര ഉണ്ടെന്നുള്ള ദിവസം മനസ്സിലാവും. അപ്പോൾ അതും കൂടി ക്ലിയർ ചെയ്യാണ്ട് നമ്മൾ കയറ്റി കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിലാണ് അതിൻ്റെ പ്രോബ്ലം വരാം. പിന്നെ നമുക്ക് എപ്പോഴും ഗിയർ ഷിഫ്റ്റിങ് കാര്യങ്ങളും ഗിയർ ലോഡ് ചെയ്ത് കൂടുതൽ ഓട്ടമൊക്കെ വരുമ്പോൾ അതിൻ്റെ രീതിയിലുമുള്ള തേയ്മാനമൊക്കെയാണ് ആ കാണിക്കുന്നത്. പിന്നെ വണ്ടിക്ക് അതിൻ്റേതായിട്ടുള്ള പഴക്കമുണ്ട്. അത് വെച്ച് നോക്കുമ്പോഴും ആ ഒരു രീതിയിലുള്ള തേയ്മാനമാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാനതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് കൊട്ടേഷനായിട്ട് എഴുതി വാട്സാപ്പിലേക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടേക്കാം. അത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. എന്തായാലും നമുക്ക് ആ രീതിയിൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പാർട്സുകളുടെയൊക്കെ ഓൾറെഡി നമ്മൾ ഓർഡറിലേക്ക് അയച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ഓർഡറായിട്ട് വിട്ടിട്ടുണ്ട്. അത് തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കാം. നാളെ അല്ലെങ്കിൽ മറ്റന്നാളത്തേക്ക് നമ്മുടെ കയ്യിൽ വരും. ഓക്കെ. അപ്പോൾ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ അയച്ചപ്പോൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ. വണ്ടി സെറ്റ് ചെയ്യണേക്കാളും സെറ്റിങ് ചെയ്യണേക്കാളും അതിൻ്റെ ഡീറ്റെയിൽസ്
നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ മാറ്റുന്ന പാർട്സുകളുടെയൊക്കെ ഫുൾ ഡീറ്റെയിൽസും അതിനകത്ത് തന്നെ വരും. ഓക്കെ.